കനത്ത മഴയിൽ പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിവിട്ട് വ്യവസായശാലകൾ. ഇന്ന് പുലർച്ചെ 2 മണിയോടെ കറുത്ത നിറത്തിൽ എണ്ണമയമുള്ള മാലിന്യം പെരിയാറിലേക്ക് ഒഴുകി. മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അശ്വിൻ, എത്ര കേട്ടാലും കണ്ടാലും നമ്മൾ പഠിക്കില്ല എന്നാണോ? പെരിയാർ മലിനമാക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? അതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ കുറെ നാളുകളായി പ്രശ്നമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 2 ദിവസമായി ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി ഈ പെരിയാറിലും സമീപ പ്രദേശങ്ങളിലുമായി മാലിന്യ പ്രശ്നം പഠിക്കാൻ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ ഒരു കമ്പനിയിൽ നിന്നിങ്ങനെ മാലിന്യം വീണ്ടും പെരിയാറിലേക്ക് ഒഴുക്കിയത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായി കാണേണ്ടത്. CG ലൂബ്രിക്കൻസ് എന്ന ഇടയാർ വ്യവസായ മേഖലയിലെ കമ്പനിയിൽ നിന്നാണ് ഈ ഭൂഗർഭ പൈപ്പിൽ കൂടി മാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കിയിരിക്കുന്നത്. അതിൽ വീണ്ടും ഏറ്റവും പ്രധാനമായി പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഈ കാണുന്ന റോഡ് അത് DIC പണിത റോഡാണ്. അതിന്റെ ഓടയിലൂടെയാണ് ഈ പൈപ്പിട്ട് അത് ആ മാലിന്യം പെരിയാറിലേക്ക് തള്ളിയത് എന്നുള്ളതാണ് ഏറ്റവും ഗൌരവകരമായ സംഭവം. രാത്രി പുലർച്ചെ 2 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. പരിസ്ഥിതി പ്രവർത്തകർ ഇത് കാണുകയും പിന്നീട് അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പരാതിയായി അറിയിക്കുകയും അവരെത്തി CG ലൂബ്രിക്കൻസ് എന്ന കമ്പനിയിൽ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകർ, നാട്ടുകാർ ഒക്കെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്? ഇത് ഇന്നലെ, അതായത് ഇന്ന് വെളുപ്പിന് രാത്രി 2:40 ബ്രിഡ്ജിന്റെ മുകളിൽ നമ്മൾ നോക്കിയപ്പോൾ പെരിയാറിലേക്ക് കറുത്ത കളറിലെ വെള്ളം ഒഴുകി വരുന്ന കണ്ടു. അപ്പൊ നമ്മൾ താഴത്തിറങ്ങി ഇതിന്റെ സോഴ്സ് അന്വേഷിച്ചു. അപ്പൊ നമ്മൾ ഈ കാണയുടെ അറ്റത്തെ വശത്തിൽ കണ്ടു. ഇവിടെ സ്ലാബാണല്ലോ, അങ്ങനെ കവർ ചെയ്ത് വന്നപ്പോൾ ഒരു സ്ലാബ് മാറ്റി നോക്കിയപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. PCBനെ അറിയിച്ചു. PCB ഒന്ന് സാമ്പിൾ എടുത്ത് പോകാൻ പോയി. അത് നമ്മൾ സാമ്പിൾ എടുത്ത് പോയാൽ മാത്രം പോരാ, അത് സോഴ്സ് കണ്ടെത്തണം, സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ ആക്കണം. ഇത്രയും ഗൗരവമായ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു കാണയാണിത്. DICയുടെ റോഡാണിത്. കുറെ വർഷങ്ങളായിട്ട് മഴ ഇല്ലാത്ത സമയത്തും കടുത്ത വേനലിൽ പോലും ഇതിൽ കൂടി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ അന്ന് മുതൽ നമ്മൾ DICയുടെ അടുത്തും PCBയുടെ അടുത്തും മിക്ക ദിവസങ്ങളും പരാതി പറയാനുള്ളത് ഇതിന്റെ സോഴ്സുകൾ പരിശോധിക്കണം. ഇത് വഴിയിട്ട് പുഴയിലേക്ക് മാലിന്യം ഒഴുകുന്നുണ്ട് എന്ന് പറയാം. അത് ഇന്നാണ് നമുക്ക് ഒരു സോഴ്സ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതാണ് ഈ റോഡിലെ ഓടയിലൂടെയാണ് ഇത് ഒഴുക്കി വിടുന്നത് എന്നുള്ളതാണ് കണ്ടെത്തൽ. അതിനെ തുടർന്നാണ് ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകരുടെ എത്തിയ നേതൃത്വത്തിൽ ഈ ഓടകൾ മാറ്റി ഇതിലെയാണ് ഇതിന്റെ സോഴ്സ് വരുന്നത് എന്ന്, കൂടുതൽ സോഴ്സുകൾ ഉണ്ടോ എന്നടക്കമുള്ള പരിശോധനകൾ നടത്തുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 100 മീറ്ററിലധികം മാറിയാണ് ഈ കമ്പനി CG ലൂബ്രിക്കൻസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഇത്രയും ദൂരത്തേക്ക് മാലിന്യം പൈപ്പ് വഴി എത്തിച്ച് പെരിയാറിലേക്ക് ഒഴുക്കി വിടുന്നത് എന്നുള്ളതും ഗൌരവതരമായി ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും PCBയുടെ പരിശോധനാ റിപ്പോർട്ട് അടക്കം വരാനുണ്ട്. ഹൈക്കോടതി വിദഗ്ധ സംഘം ഇന്നും പരിശോധന നടത്താനിരിക്കെയാണ് ഈ സംഭവം ഉണ്ടായെന്നതും ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട കാര്യമാണ്. ഓക്കെ, അശ്വിൻ പാലാഴി, താങ്കൾ ഈ വാർത്ത തന്നെ പിന്തുടരണം. കാര്യം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കും വേണം.